കാഞ്ചിയാർ പഞ്ചായത്തിൽ 2025-26 വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. കാർഷിക മേഖലയ്ക്ക് മുന്തിയ പരിഗണന നൽകിക്കൊണ്ടുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ അവതരിപ്പിച്ചത്. കാർഷിക മേഖലയ്ക്ക് മുന്തിയ പരിഗണന നൽകിക്കൊണ്ടും സേവന പശ്ചാത്തല മേഖലകളിൽ വ്യത്യസ്തങ്ങളായ പദ്ധതികൾക്കായി തുക വകയിരുത്തിക്കൊണ്ടുമുള്ള ബഡ്ജറ്റാണ് കാഞ്ചിയാർ പഞ്ചായത്തിൽ അവതരിപ്പിച്ചത്. വരുന്ന സാമ്പത്തിക വർഷം തന്നെ പൂർണ്ണമായും പൂർത്തിയാക്കുന്ന തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ പദ്ധതികളാണ് വിവിധ മേഖലകളിലായി വിഭാവനം ചെയ്തിരിക്കുന്നത്. സാമ്പത്തിക വർഷത്തിൽ ലഭിക്കുന്ന പണം പൂർണ്ണമായി വിനിയോഗിക്കപ്പെടുന്നത് ഇതിലൂടെ ലക്ഷ്യമിടുന്നു. സമൂഹത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്ന വിവിധ മേഖലകൾ, ടൂറിസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ വിവിധ പദ്ധതികൾ തുടങ്ങിയവ ബഡ്ജറ്റിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഇവിടെ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും അതുപോലെ തന്നെ അവർക്ക് വിപണന സാധ്യതകൾ, ലൈഫ് പാർപ്പിട പദ്ധതി, സമ്പൂർണ്ണ ശുചിത്വ പദ്ധതികൾ, അതിദരിദ്രരുടെ ഉന്നമനം, അതുപോലെ തന്നെ അംഗനവാടിയിലെ കുട്ടികൾക്ക്, കൗമാര കുട്ടികൾക്ക് ഉള്ള പദ്ധതികൾ, ക്ഷീരമേഖലയ്ക്ക്, അതുപോലെ തന്നെ മൃഗസംരക്ഷണത്തിന്, പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക്, വൃദ്ധക്ഷേമത്തിന്, സാമൂഹ്യ സുരക്ഷയ്ക്ക്, അതുപോലെ തന്നെ ലൈഫ് ഭവന പദ്ധതികൾക്ക്, ടൂറിസം മേഖലയ്ക്ക്, അങ്ങനെ സർവതല സ്പർശിയായ ഒരു ബഡ്ജറ്റാണ് ഇന്ന് ഇവിടെ അവതരിക്കപ്പെട്ടത്. 28,78,38,304 രൂപ വരവും 28,37,47,45,000 രൂപ ചെലവും 38,93,304 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ അവതരിപ്പിച്ചത്. ഭരണസമിതി ചുമതലയേറ്റതിനു ശേഷമുള്ള 5ാമത്തെ ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ബഡ്ജറ്റ് തയ്യാറാക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷർക്കും പ്രസിഡന്റിനും പ്രത്യേകം ആശംസ നേരുന്നു. ഗ്രാമീണ കാഞ്ചിയാറിന്റെ നട്ടെല്ലായ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി ആവശ്യമായ ധനസഹായവും വിപണന സഹായവും നൽകുന്നതിന് അതിദാരിദ്ര്യർ, മറ്റ് പിന്നോക്ക വിഭാഗക്കാർ, ഭിന്നശേഷിയുള്ള വ്യക്തികൾ, വൃദ്ധർ, രോഗികൾ, കുട്ടികൾ, സ്ത്രീകൾ, സ്ത്രീ കൂട്ടായ്മകൾ എന്നിങ്ങനെ കൈത്താങ്ങ് ആവശ്യമുള്ളവരും പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുമായ സമൂഹത്തിലെ എല്ലാ വ്യക്തികൾക്കും ഉചിതമായ രീതിയിലുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി ആവശ്യമായ ധനസഹായവും വിപണന സഹായവും നൽകുന്നതിന് ബഡ്ജറ്റ് ലക്ഷ്യമിട്ടിട്ടുണ്ട്. ലൈഫ് ഭവന പദ്ധതി, സമ്പൂർണ്ണ ശുചിത്വ പദ്ധതി എന്നിവയ്ക്കടക്കം തുക വകയിരുത്തിയിട്ടുണ്ട്. കുട്ടികൾക്ക് കൗമാരക്കാർക്കുമായിട്ടുള്ള പദ്ധതികൾ, പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന് ആവശ്യമായ പദ്ധതി, സുരക്ഷാ പെൻഷനുകൾ തുടങ്ങിയവയ്ക്കെല്ലാം ബഡ്ജറ്റിൽ പരിഗണനയുണ്ട്. ബഡ്ജറ്റ് അവതരണത്തിൽ പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ചിയാർ.